ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മാത്യു തോമസ്, ബേസിൽ ജോസഫ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെത്തി ഇന്ന് തിയേറ്ററിലോട്ടെത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കപ്പ് എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയെ കുറിച്ചാണ്. കപ്പ് എന്ന് പറയുന്ന മലയാള സിനിമയെ കുറിച്ച് നോക്കിയാൽ നവാഗതനായിട്ടുള്ള സഞ്ജു വി സാമുവിലാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ ശ്രദ്ധേയരായിട്ടുള്ള രണ്ട് യുവനടന്മാരാണ് ബേസിൽ ജോസഫ് അതോടൊപ്പം മാത്യു തോമസും. രണ്ടുപേരുടെ പേര് കേട്ടാൽ തന്നെ അത്യാവശ്യം തിയേറ്ററുകൾ ഇപ്പൊ ആളെ കയറും. ബേസിന്റെ അടുത്ത് റീസെന്റ് ഇറങ്ങിയ നുണക്കുഴി എന്ന് പറയുന്ന സിനിമ ആവറേജ് ആയിട്ട് ഒരു നല്ലൊരു ഇനിഷ്യൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു. അവിടെ പിന്നെ ഗുരുവായൂർ അമ്പയ നടയർ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജും ബേസിലൂടെ വന്ന് ചിത്രം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ടെന്നു. ഇപ്പോൾ ഇതാ വീണ്ടും അതുപോലെ തന്നെയാണ് മാത്യുവിന്റെ കാര്യം. മാത്യു അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ അത്യാവശ്യം ശ്രദ്ധ നേടുന്നുണ്ട്. അങ്ങനെ ഈ മാത്യുവും ബേസിലും കൂടെ എത്തുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ ഇന്ന് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന കപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. ചിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ചിത്രം മലയോര മേഖലയായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. ചിത്രത്തിൽ ബേസിലിനെയും മാത്യുവിനെയും കൂടാതെ തന്നെ ഗുരു സോമസുന്ദരം, അതോടൊപ്പം തന്നെ അനിക സുരേന്ദ്രൻ, നമിത പ്രമോദ്, പുതുമുഖ നടിയായിട്ടുള്ള റിയ ഷിബു തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. എന്തൊക്കെയാണ്, ഒരു ബാഡ്മിന്റൺ പ്ലെയർ ആണ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ആകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ജീവിക്കുന്ന ഒരു യുവാവിലൂടെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ആ യുവാവിന് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം വലിയ രീതി പ്രേക്ഷകന് വളരെയധികം കണക്ട് ആവുന്ന രീതിയിലാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ. ഇതൊക്കെയാണ് ചിത്രം മലയാള സിനിമാ പ്രേമികൾക്ക് പുത്തൻ അനുഭവം എന്നല്ല തന്നെ പറഞ്ഞു ശീലിച്ച കഥയിൽ തന്നെ പുതുമയോടുകൂടി തന്നെ ഒരു എന്താ പറയുക, ഒട്ടും തന്നെ രാഗടിപ്പിക്കാതെ ക്യൂരിയോസിറ്റി നിലനിർത്തി തന്നെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നതാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ. എന്തൊക്കെയാണ് ചിത്രം ഷാൻ റഹ്മാനാണ് ചിത്രത്തിന് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്. മികച്ച സോങ്ങുകൾ തന്നെ ചിത്രത്തിനായിട്ട് അണിയിച്ചൊരുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഫാമിലി എന്റർടൈനർ എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്. എന്തൊക്കെയാണ്, ബേസിന്റെ ഒരു പടത്തിന് കോമഡി ഫാമിലി എന്റർടൈനർ എന്നൊരു ലേബൽ നേടിയെടുക്കാൻ സാധിച്ചാൽ തന്നെ ഹിറ്റ് അടിക്കുന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച റിലീസ് എത്തിയ ചിത്രങ്ങളിൽ കപ്പ് എന്ന് പറയുന്ന സിനിമ കപ്പടിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തൊക്കെയാണ്, ചിത്രത്തിന്റെ ആദ്യക്ഷയൊക്കെ കേരളത്തിലെ തിയേറ്ററിനായിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ്, നമുക്ക് കാത്തിരിക്കാൻ ചിത്രം എത്രത്തോളം വലിയൊരു വിജയമായിട്ട് മാറുന്നറിയാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം കപ്പ് എന്ന് പറയുന്ന മലയാള സിനിമ കാണാൻ പോകുന്നത്? കമന്റ് ബോക്സിൽ ഇപ്പോൾ നോക്കുക. അതോടൊപ്പം നിങ്ങൾ കപ്പ് എന്ന് പറയുന്ന മലയാള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്